ഇനി നമ്മൾ പോകുന്നത് കൊല്ലത്തേക്ക് തന്നെയാണ്. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റു മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാര ചടങ്ങുകളിൽ ഇന്ന് തീരുമാനമായേക്കും. കുട്ടിയുടെ അമ്മ സുജ വിദേശത്ത് നിന്ന് നാളെ നാട്ടിലെത്തും. അതേസമയം ജില്ലയിൽ ഇന്ന് ABVP വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുവമോർച്ച ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ യുവജന സംഘടനകൾ സ്കൂളിലേക്ക് മാർച്ച് നടത്തും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്കൂളും പരിസരവും കനത്ത പോലീസ് സുരക്ഷയിലുമാണ്. ബാലാവകാശ കമ്മീഷനും വൈദ്യുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ന് സ്കൂളിലെത്തി പരിശോധന നടത്തുന്നുണ്ട്. അതിനിടെ സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തേക്കുമെന്ന വിവരം കൂടി പുറത്തു വന്നിരുന്നു. സ്കൂളിന് ഫിറ്റ്നസ് ഉണ്ട് എന്ന് റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും. വിവരങ്ങൾ നൽകാനായി മിഥുന്റെ വീടിന് മുന്നിൽ നിന്ന് സുധീഷ് ഗോപാലുമൊപ്പം രാജീവുമാണുള്ളത്. രാജീവുള്ളത് സ്കൂൾ പരിസരത്താണ്. രാജീവ്, ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ആ വിവരം, അതായത് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് നടപടി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത് അങ്ങനെ ഒരു നടപടി ഒതുക്കാനാണോ ഭരണകൂടത്തിൻ്റെയൊക്കെ തീരുമാനം? എങ്ങനെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഈ ഒരു സസ്പെൻഷൻ എന്ന ഒരു വാർത്തയെ വിലയിരുത്താൻ സാധിക്കുക? രാഖി, ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാണ് സംസ്ഥാന സർക്കാർ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ ഗുരുതരമായ വീഴ്ച സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, KSEBിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപ്പോഴൊക്കെ അതിനെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഇവരെല്ലാം രംഗത്ത് വന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെ ന്യായീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധങ്ങളൊക്കെ ഈ സ്കൂൾ പരിസരത്ത് ഉണ്ടായിരുന്നു. ഇന്നും വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. 11 മണിയോടുകൂടി തന്നെ ABVPയുടെ മാർച്ചുണ്ട്, യുവമോർച്ചയുടെ മാർച്ചുണ്ട്, KSE യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇവിടേക്ക് മാർച്ച് നടത്തും, RYFI പ്രവർത്തകരും ഇവിടേക്ക് മാർച്ച് നടത്തും എന്നറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് ഈ സ്കൂൾ പരിസരം പോവുകയാണ്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി വേണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഈ കുറ്റക്കാർ എന്ന് പറയുമ്പോൾ അത് കേവലം പ്രിൻസിപ്പലിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള ആരാണോ അവർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന ആവശ്യമാണ് പ്രധാനമായും പ്രദേശവാസികളും അതുപോലെ തന്നെ ഈ യുവജന സംഘടനകളുമൊക്കെ മുന്നോട്ട് വെക്കുന്നത്. കാരണം പലതവണ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പല തലത്തിൽ പറഞ്ഞതാണ്. പക്ഷേ അതിനൊന്നും യാതൊരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടായില്ല. ഇന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഈ സ്കൂളിന് മുകളിലേക്കുള്ള വൈദ്യുതി ലൈൻ കഴിഞ്ഞ ദിവസം തന്നെ അഴിച്ചു മാറ്റിയെന്നാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ വൈദ്യുതി ലൈൻ അഴിച്ചു മാറ്റിയിട്ടില്ല. അതായത് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് രാവിലെയാണ് പറഞ്ഞത് ഈ വൈദ്യുതി ലൈൻ അഴിച്ചു മാറ്റി, അത് എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ട് അഴിച്ചു മാറ്റി എന്ന് പറഞ്ഞത് ഇന്ന് രാവിലെയാണ്. പക്ഷേ നമുക്കിപ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാകും ആ വൈദ്യുതി ലൈൻ ഇപ്പോഴും അവിടെ തുടരുകയാണ്. അവിടെയാണ് വിദ്യാർത്ഥിക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. അതായത് ആ ഷീറ്റിന് മുകളിലേക്ക് നടന്ന് വരുന്നതിനിടെയാണ് വിദ്യാർത്ഥിക്ക് ദാരുണമായ ഒരു മരണം സംഭവിച്ചത്. പക്ഷേ ഇപ്പോഴും ആ വൈദ്യുതി ലൈൻ അവിടെ തന്നെ തുടരുകയാണ്. യാതൊരു തരത്തിലുള്ള ഇടപെടലും KSEBിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആകെ ചെയ്തിരിക്കുന്നത് ഇവിടേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കുക മാത്രമാണ്. ആ ലൈൻ അതേ രീതിയിൽ തന്നെ തുടരുന്നു. ഇതിനെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞത്. ആ വൈദ്യുതി ലൈൻ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്, മാത്രമല്ല ബാക്കി സുരക്ഷാ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന്. പക്ഷേ അത്തരത്തിലുള്ള സുരക്ഷാ പരിശോധനകളോ മറ്റോ ഇതുവരെ നടന്നിട്ടില്ല. അതായത് ഒരു മരണം സംഭവിച്ച് 24 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ പോലും കൃത്യമായൊരു ഇടപെടൽ ഇവിടെ നടക്കുന്നില്ല എന്ന വസ്തുതയാണ് നിലനിൽക്കുന്നത്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ആ അപകടത്തിന് സമാനമായ രീതിയിലാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതായത് മന്ത്രിമാർ ഒന്ന് പറയുന്നു, പക്ഷേ യാഥാർത്ഥ്യം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. വിവിധ യുവജന സംഘടനകളും പ്രദേശവാസികളുമൊക്കെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഈ പരിസരത്ത് കൂടി നടന്നു പോകുന്ന ആർക്കും ഈ നേരെ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് റോഡിലാണ്. ഈ ഗേറ്റുകളെല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. ഈ റോഡിൽ നിന്നാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം അപകടകരമായൊരു അവസ്ഥയാണ് അവിടെയുള്ളതെന്ന്. ഈ സ്കൂൾ പ്രവർത്തിക്കുന്ന ആ കെട്ടിടത്തിന് മുകളിൽ കൂടി ഈ വൈദ്യുതി ലൈൻ പോകുന്നു. അതിന് മുകളിലായി ഷീറ്റ് സ്ഥാപിച്ചിരിക്കുന്നു. ആ ഷീറ്റിലേക്ക് ആർക്ക് വേണമെങ്കിലും കടന്നു കയറാവുന്ന ഒരു സാഹചര്യമുണ്ട്. വിദ്യാർത്ഥികളാണ് അവർ. ഏതായാലും അത്തരം പ്രവർത്തികളൊക്കെ ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അവിടെയാണ് ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും ഒക്കെ പാലിക്കാതെ ആ വൈദ്യുതി ലൈൻ ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് മാറ്റാൻ സ്കൂൾ അധികൃതരോ അല്ലെങ്കിൽ KSEBിയോ ശ്രമിച്ചില്ല എന്ന് തന്നെ ഏറ്റവും ഗുരുതരമായ വീഴ്ചയാണ്. അതുകൊണ്ടാണ് ഇവർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന ആവശ്യം യുവജന സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നത്. നേരത്തെ പല പ്രദേശവാസികളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ CPMന്റെ ഭരണമാണ്, CPMന്റെ മാനേജ്മെൻറ്റാണ് ഇവിടെ ഉള്ളത്. CPM നേതാവാണ് ഇതിൻ്റെ മാനേജർ.
അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേരത്തെ പല ഘട്ടത്തിലും നമ്മൾ ചർച്ച ചെയ്തതാണ്. വിദ്യാഭ്യാസ മന്ത്രി ഈ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുൻപായി യോഗം ചേരുകയും വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകളും പരിശോധിച്ചിട്ടുണ്ട്, സുരക്ഷ ഉൾപ്പെടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് ചെന്നാൽ മാത്രം മതി, അവർക്കാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സ്കൂളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞത്. പക്ഷേ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷ ഈ രീതിയിലൊക്കെയാണ്. ആരാണ് ഈ സ്കൂളുകൾ പരിശോധിച്ചത് എന്ന ചോദ്യത്തിന് പോലും ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉത്തരവില്ലാത്ത അവസ്ഥയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്കൂളുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുക. പല സ്കൂളുകളിൽ നമുക്കറിയാം ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും അവർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാറില്ല. പക്ഷേ ഇവിടെ ഇത്രയും ഗുരുതരമായൊരു ചട്ടലംഘനം നടന്നിട്ടും അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായ സുരക്ഷാ വീഴ്ച നടന്നിട്ടും ഇതിനൊക്കെ ഫിറ്റ്നസ് നൽകി എന്ന് പറയുമ്പോൾ തന്നെ CPM-ന് ഈ സ്കൂളിലെ സ്വാധീനം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ചില നാട്ടുകാർ നമ്മളോട് പറഞ്ഞത്, രക്ഷകർത്താക്കൾ നമ്മളോട് പറഞ്ഞത് അവരെ സ്വാധീനിച്ചാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയാണ് ഈ സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടികളെ ഇവിടേക്ക് ചേർക്കുന്നത്. പക്ഷേ യാതൊരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്താറില്ല. പലപ്പോഴും രക്ഷകർത്താക്കൾ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഉടനെ പരിഹരിക്കാം എന്ന് മാത്രമാണ് നിലവിൽ പറയുന്നത്. അല്ലാതെ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകാറില്ല എന്നാണ് രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 11 മണിയോടുകൂടി തന്നെ കൂടുതൽ യുവജന സംഘടനകളുടെ മാർച്ച് ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അവർ ആവശ്യപ്പെടുന്നത് കേവലം പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുകയല്ല, അതിനും ഉപരിയായി അസ്വാഭാവിക മരണത്തിലാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്നതിന് പകരം കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണം. സ്കൂൾ മാനേജർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് നിലവിൽ യുവജന സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാകും ഇന്നും ഉണ്ടാവുക. ഏതായാലും വലിയ രാജീവ് തുടരുക. നമുക്ക് മിഥുന്റെ വീടിന് പരിസരത്ത് നിന്ന് സുധീഷ് ഗോപാൽ കൂടി ചേരുന്നുണ്ട്. സുധീഷ്, താങ്കൾ ഇപ്പോൾ ഉള്ളത് വിളന്തറ ഗ്രാമത്തിലാണ്. വിളന്തറ ഗ്രാമം ഇപ്പോൾ ശോകമൂകമാണ്. ആ വീടിൻ്റെ അവസ്ഥ നമുക്ക് പറയാവുന്നതിനും അപ്പുറമാണ്. രാവിലത്തെ വാർത്തയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് കരുതി, പക്ഷേ നമ്മൾ ബോധപൂർവം ആ ദൃശ്യങ്ങൾ മാറ്റിവെച്ചു. കാരണം ആ ഹൃദയഭേദകമായ ആ കുടുംബത്തിൻ്റെ കരച്ചിൽ നാട്ടുകാരിലേക്ക് ഇപ്പോൾ എത്തിക്കണ്ട എന്ന് തീരുമാനമെടുത്തു. എന്തായാലും ആ കുടുംബത്തിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ്? അമ്മ 4 മാസം മുൻപ് കുവൈത്തിൽ പോയതാണ്, ഇപ്പോൾ ഉള്ളത് തുർക്കിയിലാണ്. അവിടെ നിന്ന് നാട്ടിലെത്തുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴേക്കായിരിക്കും നാട്ടിലെത്തുക എന്ന കാര്യത്തിൽ ഉറപ്പില്ല. എങ്കിൽ പോലും നാളെയോടുകൂടി എത്തുമെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമായിരിക്കും ആ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ. എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ 4 മാസം മുമ്പാണ് ഈ പറഞ്ഞതുപോലെ തന്നെ മിഥുൻ്റെ അമ്മ വിദേശത്തേക്ക് പോയത്. ആദ്യം കുവൈറ്റിലായിരുന്നു, അവിടെ നിന്ന് പിന്നീട് തുർക്കിയിലേക്ക് മാറി. ജോലിയുടെ ഭാഗമാണ് ഈ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ വിദേശത്തേക്ക് പോയത്. എന്നാൽ ആ പ്രതീക്ഷയിൽ വലിയ തകിടം മറിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അമ്മയെ ഇന്നലെ വൈകിട്ട് മാത്രമാണ് ഈ വിവരം അറിയിക്കാൻ സാധിച്ചിരുന്നത്. രാവിലെയും മറ്റു ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല. വൈകിട്ടോടെ അറിഞ്ഞു. ഇനിയും എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നടക്കം BJP നേതാക്കളടക്കം അത് നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നാളെ എത്തും എന്നതിലും ഒരു അന്തിമമായ ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. എന്തു തന്നെയായാലും വളരെ ഒരു സാഹചര്യമാണ് ഈ വീട്ടിൽ നടക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി BJP നേതാക്കളടക്കം വിവിധ മേഖലയിൽ നിന്നുള്ളവരൊക്കെ ഈ വീട്ടിലേക്ക് എത്തും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഇന്നലെ രാവിലെ ഈ വീട്ടിൽ നിന്നുമാണ് മിഥുൻ വളരെ പ്രതീക്ഷയോടെ സ്കൂളിലേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് എത്രയും ഇവരുടെ ഈ വീടിൻ്റെ അവസ്ഥ തന്നെ വളരെ മോശം സ്ഥിതിയിലാണുള്ളത്. നല്ല കെട്ടുറപ്പുള്ള ബലവത്തായ ഒരു വീട് പോലും ഇവർക്കില്ല എന്നത് തന്നെ പറയേണ്ടി വരും. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം മാറ്റം വരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് അമ്മ ഇവിടെ നിന്ന് വിദേശത്ത് ജോലി തേടി പോയത്. അച്ഛനും ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഒരു സഹോദരനാണ് മിഥുന് ഉള്ളത്. ഇവരുടെ മുന്നിലേക്കാണ് ഇനിയും മിഥുൻ്റെ ചേതനയെ അറ്റ മൃതദേഹം ഇവിടേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നത്. ഇന്നലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. അമ്മയുടെ വരവ് എപ്പോഴുണ്ടാകും എന്നതിലൊരു അറിയിപ്പ് ലഭിച്ചതിന് ശേഷമേ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരികയുള്ളൂ
എന്തു തന്നെയായാലും ഇവിടുത്തെ നാട്ടുകാരുടെ ആയാലും എല്ലാം വളരെ പ്രിയപ്പെട്ടവനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു മിഥുൻ. കാരണം അവരുടെ സമീപവാസികളോടായാലും എല്ലാം തന്നെ വളരെ സൗഹൃദത്തോടെ ഒക്കെ ഇടപെടുന്ന ഒരു കുട്ടിയായിരുന്നു ശരി, മിഥുൻ എന്നത് സുധീഷ് തന്നെയാണ് രാജീവിലേക്ക് അവരെല്ലാം ഇന്നലെയും പോവുകയാണ്. നമ്മളോട്. രാജീവ്, ഇന്ന് രാവിലെ ശിവൻകുട്ടി നടത്തിയ ആ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഈ മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞതുപോലെ ഒരിക്കലും ഈ കുട്ടി ഒരു ചെറിയ കുട്ടിയാണ്, 13 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. ആ കുട്ടി സ്വയം മുകളിലോട്ട് കയറി ചെന്ന് മരണത്തിലേക്ക് നടന്നു ചെന്നതല്ലേ എന്നുള്ള രീതിയിലുള്ള ചിഞ്ചുറാണിയുടെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞില്ല. എന്തായാലും മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം ഈ സ്കൂളിലെ നിലവിലെ അവസ്ഥയൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് സംശയം. കാരണം രാജീവ് തന്നെയാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോഴും ഈ ലൈൻ കമ്പി അവിടെയുണ്ട്, കൃത്യമായ നടപടി പിന്നീടും KCBയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവിടെ നാട്ടുകാർ തടിച്ചുകൂടുന്നുണ്ടോ? എന്താണ് നമുക്ക് ഈ മന്ത്രിയുടെ പ്രതികരണം വരുമ്പോൾ പോലും നമുക്ക് അതിൽ നിന്നൊന്നും ഒരു തൃപ്തി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. രാഗി, എന്തായാലും ഈ കുട്ടി വലിഞ്ഞു കയറി അവിടേക്ക് പോയതല്ലേ എന്ന് ചോദിച്ചത് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, അതായത് PK ഗോപൻ. അദ്ദേഹമായിരുന്നു ഈ സ്കൂളിൻ്റെ പഴയ മാനേജർ എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹമായിരുന്നു മാനേജർ, അതിനുശേഷമാണ് പുതിയ മാനേജർ എത്തുന്നത്. അദ്ദേഹമാണ് ആദ്യം ആ ഒരു പ്രസ്താവന നടത്തിയത്. ഏതായാലും പിന്നീട് ആ പ്രസ്താവനയൊക്കെ മാറ്റിയെങ്കിൽ പോലും പ്രസ്താവന അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനൊപ്പമാണ് ഞാൻ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളുള്ളത്. ആ വൈദ്യുതി ലൈൻ അതേ രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വൈദ്യുതി ലൈൻ മാറ്റിയിട്ടില്ല, മാറ്റി സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ്. ഒരുപക്ഷെ മന്ത്രിക്ക് യാഥാർത്ഥ്യം മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും. ഏതായാലും നാട്ടുകാർ ഒരുപാട് ഇവിടേക്ക് തടിച്ചു കൂടുന്നുണ്ട്. കാര്യം പ്രദേശവാസികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രയും ദാരുണമായൊരു അന്ത്യമാണ് ഇവിടെ സംഭവിച്ചത്. ഒരുപക്ഷെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ദുരന്തം. പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് പരിഹരിക്കാൻ ആവശ്യമായ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് പാർട്ടിയുടെ സ്കൂളല്ല എന്നാണ്, CPM-മായി ഒരു ബന്ധവുമില്ല എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഏതായാലും പ്രദേശവാസികളോട് നമുക്കൊന്ന് ചോദിക്കാം, ഇത് CPM-ന്റെ സ്കൂൾ തന്നെയാണോ എന്ന്. ഇത് CPM-ന്റെ സ്കൂളാണ്. പിന്നെ CPM-ന്റെ സ്കൂളല്ലേ? CPM-ന്റെ മാനേജറാണല്ലോ. ആരാ പറഞ്ഞ CPM-ന്റെ അല്ലെന്ന്? കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറിയാണ്. അതിനെക്കുറിച്ച് ഇവിടെ പണ്ടുതൊട്ടേ CPM-ആ ഭരിക്കുന്നത്. CPM-ന്റെ മാനേജറാണ് ഇപ്പോൾ ഉള്ളതും. CPM തന്നെ, CPM-ന്റെ പാർട്ടി തന്നെ ഇത്. തീർച്ചയായിട്ടും ഇതിപ്പോൾ 100 വർഷമായതാണ്. ഈ 100 വർഷമായ സ്കൂളാണ് ഇത്. പ്ലസ് ടു ഒക്കെ വരേണ്ട വർഷങ്ങൾ കഴിഞ്ഞു ഇതിൻ്റെ ഈ മാനേജ്മെൻറ്റ് നിന്നിട്ട്. വേറെ എത്ര സ്കൂളുകൾ പ്ലസ് ടു ആയിട്ടുണ്ട് ഇതിന് പുറകിൽ വന്ന സ്കൂളുകൾ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴുള്ള ബാത്റൂം അതാ കാണുന്നുണ്ടല്ലേ, അത് ഇട്ടിട്ടാണ് അതാണ് ഈ ഫ്രണ്ടിലെ ഗേറ്റ് എത്ര ലക്ഷം രൂപയ്ക്ക് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് എന്ത് കാരണത്താലാണ് ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും വലിയ മതിൽ? ഇത് തന്നെ ഇവിടെ നടക്കുന്നത്. ഇവിടെ വർഷാവർഷം അഡ്മിഷനുണ്ട്, ഓരോ അധ്യാപകരെ നിയമിക്കുക. ഈ അധ്യാപകരെല്ലാം രാവിലെ വന്നു കഴിഞ്ഞാൽ രാവിലെ ഇതിൽ കൂടെ പോകുമ്പോൾ എല്ലാവരും നിരന്നിവിടെ ഇരിക്കുന്നതാണ്. എന്ത് കാരണത്താലാന്ന് നമുക്കറിയത്തില്ല. ഇത്രയും നിൽക്കുന്നതിനകത്ത് ഒരു 2 അധ്യാപകർ ഇവിടെ ഇന്നായിരുന്നെങ്കിൽ ഈ കുട്ടി ഇതിൻ്റെ മേളിൽ കയറുമായിരുന്നു? കയറത്തില്ല. ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ക്യാമറയിൽ നോക്കിയാൽ മതിയല്ലേ എവിടെയൊക്കെ പിള്ളേർ എവിടെയൊക്കെ കയറുന്നതെന്ന് കാണാൻ പറ്റത്തില്ലേ? ഇവിടെ ഉത്തരവാദിത്വമില്ല. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ നല്ല സ്കൂളായിരുന്നു, പേരുകേട്ട സ്കൂളാണ്. ഇപ്പോൾ ഈ സ്കൂൾ അതമ്പതിച്ചു. ഇവിടെ പ്രേമവും മറ്റു കാര്യങ്ങളും അടിനാശവും വെള്ളപ്പൊക്കവും അല്ല, ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഇല്ലെന്ന് പറയട്ടെ വരും. ഇവിടെ അവരെ പ്രേമിച്ച് ഇവരെ പ്രേമിച്ച് മറ്റവരെ പ്രേമിച്ചെന്നും പറഞ്ഞ് ഈ സ്കൂളിനകത്ത് അടിയാണ്. ഇവിടെ എന്തോ വിദ്യാഭ്യാസം നടക്കുന്നത്? ഇവിടെ ഒരു കാര്യം നടക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ മോൻ ഇതിൻ്റെ മേളിൽ കയറി ഇത് വീഴേണ്ട കാര്യം വന്നത് അല്ലേ? രാവിലെ വന്ന പയ്യനാണ്. ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത്. ഈ സാധാരണ ആര് വേണമെങ്കിലും നോക്കിയാൽ മനസ്സിലാക്കുക, ഒരു വലിയ അപകടം അവിടെ ഉണ്ട് എന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്ന. ഇവിടുത്തെ KCB ഇത് എത്ര മീറ്റർ ഉണ്ടെന്ന് നിങ്ങൾ അളന്നു നോക്കിയത്? ഈ KCBയിൽ ഇടയ്ക്ക് പോസ്റ്റ് ഇടേണ്ടത്. പോസ്റ്റ് ഇടാതെ ഈ ലൈൻ എത്ര വർഷം കൊണ്ട് ഇങ്ങനെ നടക്കണമെന്നറിയോ? ഇത് കെട്ടിയപ്പോൾ ഇതറിയാവുന്നാൽ ഇത്രയും പൊക്കെ ഉള്ളത് എന്തുകൊണ്ട് അവർ മാറ്റിയില്ല? അതുകൊണ്ട് അത് KCBയുടെ ഒരു പോസ്റ്റ് കിടക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയത് ആ കാട് കയറി കിടക്കുന്നത്. ഇവിടെ ടച്ച് വെട്ടിയിട്ടുണ്ടോ? അവിടെ ഏതെങ്കിലും പിള്ളേർ കയറി കറണ്ട് അടിച്ച് മരിച്ചാൽ എന്ത് ചെയ്ത് തന്നെ വരുന്നവർ? ഇത് തന്നെ നടക്കുന്നത് ഇവിടെ. ഈ സ്ഥലം MLA കോവൂർ കുഞ്ഞുമോൻ, അദ്ദേഹത്തിൻ്റെ വീട് തൊട്ടടുത്താണ്, ഓഫീസ് തൊട്ടടുത്താണ്. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകാറുണ്ട്? അദ്ദേഹത്തിനുണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ വന്നിട്ട് മരം നട്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇതില്ല, അന്ന് കക്ഷി വന്ന് മരം നട്ടിട്ട് പോയത് കക്ഷി. അതിന് കുഴപ്പമൊന്നുമില്ല കക്ഷി. മറ്റ് സ്കൂളിന് ഒറ്റ പ്രശ്നമില്ല. സ്കൂള് നല്ല രീതിയിലാണ് നടക്കുന്ന കക്ഷി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കറക്റ്റാണ് കക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിലും. ഏതായാലും ഈ നാട്ടുകാർ പലതവണ ഈ പ്രശ്നം അവതരിപ്പിച്ചതാണ്, എന്നിട്ട് പോലും പരിഹരിക്കാൻ ശ്രമം നടക്കുന്നില്ലല്ലേ? അതിന് ഇവിടെ ഈ പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ 100 വർഷമായ സ്കൂളുകളാണ്. ഞങ്ങൾ പഠിക്കൊണ്ടിരുന്ന സ്കൂളുകളാണ്. എത്ര അധ്യാപകർ പുതിയത് കയറിയിട്ടുണ്ടെന്ന് അറിയാം. എത്ര പുതിയ അധ്യാപകരുണ്ട്, എത്ര കോടി രൂപ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. ഇതുവരെ മാറ്റമില്ലല്ലോ. ഇപ്പം എത്രയോ സമരം ഉണ്ടായി. ഇവിടെ ഒരു സ്കൂൾ കത്തിയതിൻ്റെ പേരിലാണ് അന്ന് ഇതൊരു കെട്ടിടം വന്നത്. അല്ലെങ്കിൽ അതും വരുന്നില്ലായിരുന്നു. അല്ല, കഴിഞ്ഞ ദിവസം PK ഗോപൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, അദ്ദേഹം ഈ സ്കൂളിൻ്റെ മാനേജറായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടി വലിഞ്ഞു കയറി അവിടേക്ക് പോയതല്ലേ എന്ന് പറഞ്ഞൊരു പ്രസ്താവന നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. പിള്ളേരാകുമ്പോഴേ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ മാവേ കയറും, മരത്തേ കയറും, എല്ലായിടവും കയറും.
എന്താ പിള്ളേർ നടന്ന് കളിക്കുന്ന പിള്ളേരാണോ? അല്ല. ഇവിടെ പണ്ട് തൊട്ടേ ഒരു കളിയുണ്ട്, നമ്മൾ ഈ ചെരുപ്പ് വെച്ച് കളിക്കുന്നതാണ്. ഞങ്ങൾ പഠിക്കുന്ന കാലം തൊട്ടുണ്ട് ഇവിടെ. ഈ അമ്പഴങ്ങയുടെ ഒരു അരിയുണ്ട്, അത് വെച്ച് കളിക്കുന്നതാണ്. കളിക്കുന്നിടയ്ക്ക് ചെരുപ്പ് പോയി, പയ്യൻ കയറാൻ അതൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ? ആണോ? മറിച്ച് ആ പയ്യൻ കയറുന്ന സമയത്ത് ആരെങ്കിലും അധ്യാപകർ കാണാനുണ്ടായിരുന്നു? അതും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഈ സ്കൂളിൻ്റെ പഞ്ചായത്തിൻ്റെ അതുകൊണ്ടൊരു ഷെഡ് കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ? ഉള്ള വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് മൊത്തം പാമ്പുകളാണ് കയറുന്നത് ആ സ്കൂളിൻ്റെ സൈഡിൽ. നോക്കിയാൽ നിങ്ങൾ പോയി, ഇതൊക്കെ തന്നെ നടക്കുന്നത്. രാഗിതാലും തീർച്ചയായും പ്രദേശവാസികളുടെ ഒരു പ്രതികരണം ഈ രീതിയിലാണ്. അതായത് വളരെ കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നത്. കാരണം വലിയ രീതിയിലുള്ള വീഴ്ച സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. CPM നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്, പക്ഷേ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നില്ല. ഈ സ്കൂളിൻ്റെ ഒരു ഗതികേട് ഒരു പക്ഷേ നമ്മൾ പറയുന്നതിനൊക്കെ അപ്പുറത്തായിട്ട് അവരുടെ ഒരു വൈകാരികമായ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ ആരോട് ഈ പ്രശ്നങ്ങൾ പറയാൻ? കാര്യം MLA-യുടെ വീട് ഇവിടുന്ന് ഒരു 400 മീറ്റർ സമീപത്തായാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആ രീതിയിൽ തന്നെയാണ്. ആ വിഷയങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തി? ഈ സ്കൂൾ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലാണ്. ഞങ്ങളെല്ലാം പഠിച്ചൊരു വലിയൊരു സ്കൂളാണിത്. ഒരുപാട് പാരമ്പര്യങ്ങൾ അവകാശപ്പെടാൻ പറ്റുന്നൊരു സ്കൂളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ വളരെയധികം ദുഃഖമുണ്ട്. ഒരു പിതാവെന്ന നിലയിൽ ഞാൻ പോലും ആ കുഞ്ഞിൻ്റെ മരണത്തെ ആ രീതിയിൽ കാണുന്നു. കണ്ടില്ലേ, ആ കുഞ്ഞ് മേളിൽ കയറി വന്ന് എടുക്കുന്നത് വരെ ഇവിടുത്തെ അധ്യാപകർ ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ് നമ്മൾ ഇങ്ങോട്ട് വിടുന്നത്? ഒരുപാട് പാരമ്പര്യമുള്ളൊരു സ്കൂളാണ്. ഇവിടുന്ന് മഹാരഥന്മാർ ഒരുപാട് പേര് പഠിച്ചു പോയിട്ടുണ്ട്. പക്ഷേ തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്നലെ ഇവിടെ നടന്നതെന്നുള്ളത്. തീർച്ചയായും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അധികാരികളാണ്. കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്ന പ്രായത്തിൽ ഓടിക്കളിക്കുന്നു. ഇപ്പോഴത്തെ പഠനം അങ്ങനെ തന്നെയല്ലേ നയവും? കാരണം കളിക്കുക പഠിക്കുക എന്നതാണ്. അപ്പം കളിക്കാൻ വരുന്ന കുഞ്ഞിനെ സംബന്ധിച്ചറിയില്ല ആ പോകുന്ന കറണ്ടാണെന്നോ അതിനകത്തുനിന്ന് ഇത് വരും. കുഞ്ഞ് സ്വാഭാവികമായിട്ടും അവൻ്റെ ചെരുപ്പല്ല, ഒരു സുഹൃത്തിൻ്റെ ചെരുപ്പാണ് അവനെടുക്കാനായിട്ട് ചെയ്തത്. അപ്പോൾ ആ ചെരുപ്പ് എടുത്ത് കൊടുക്കുന്ന നേരത്ത് കാല് തന്നെയും കുഞ്ഞിനറിയില്ല മേളിൽ കൂടെ പോകുന്ന ലൈനാണ് കയറി പിടിക്കുക. അങ്ങനെ ആ കുഞ്ഞിന് ആ ഒരു മരണം സംഭവിച്ചത്. തീർച്ചയായും അതിനെ മറ്റു രീതി ചിത്രീകരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ മാനസിക വിഷമമുണ്ട്. കുഞ്ഞ് എന്തിനാ എൻ്റെ മുകളിൽ കയറി എന്ന് പറഞ്ഞപ്പോൾ മാനസികമായ ഒരു വിഷമമുണ്ട്. കാരണം കുഞ്ഞുങ്ങളെല്ലാം മരത്തേലും മാവേലും ഒക്കെ കയറി തന്നെയാണ് വളരുന്നത്. അല്ലാതെ രാവിലെ വന്ന് സൂട്ട് വിട്ടുകൊണ്ടിരിക്കുകയല്ലല്ലോ കുഞ്ഞുങ്ങൾ. ഒരു വീഴ്ച മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം പോലെ തോന്നുന്നു അല്ലേ? കാര്യം അത് സംസാരിച്ചത് സ്കൂളിൻ്റെ പഴയ മാനേജറാണ്. അതായത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പഴയ മാനേജർ കൂടിയാണ്. തീർച്ചയായും അദ്ദേഹം വളരെ പക്വതയുള്ളൊരു മനുഷ്യനായിട്ട് എനിക്കറിയാവുന്ന ഒരാളാണ്. പക്ഷേ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വന്നത് മാനസികമായി വ്യക്തിപരമായി എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഒരു കുഞ്ഞ് ഓടിക്കളിക്കേണ്ട പ്രായത്തിൽ ഓടിക്കളിച്ചു. അതിനെ ആ രീതിയിൽ പറഞ്ഞതിനോട് എനിക്കും വിയോജിപ്പതുണ്ട്. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. അത് തന്നെയാണ് രാജീവ്. ഏതൊരു വ്യക്തിക്ക് മാനസികമായി വ്യഥയുണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. കുട്ടികളാകുമ്പോൾ ഓടും ചാടും മുകളിലൊക്കെ വലിഞ്ഞു കയറുന്ന പ്രായമാണ്. അതൊക്കെ കൃത്യമായി നോക്കേണ്ടത് സ്കൂൾ അധികൃതരായിരുന്നു. കൃത്യമായ നടപടി എടുക്കേണ്ടത് KSEB ആയിരുന്നു. എന്തായാലും വീഴ്ചകൾ വളരെ വ്യക്തമാണ്. അത് മന്ത്രിമാർക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ കൂടി നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. രാജീവ്, തുടരാൻ രാജീവ്. രാഖി, എന്തായാലും ഇവിടെ എത്തിയതിനു ശേഷം കൂടുതൽ ആളുകൾ ഇങ്ങനെ പ്രതിഷേധവുമായി എത്തുകയാണ്. ഒരുപക്ഷേ ഈ സ്കൂളിൻ്റെ പ്രദേശത്തുള്ളവരാണ്. അവർക്ക് വ്യക്തമായ രാഷ്ട്രീയം അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ദാരുണമായ സംഭവം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു വീട്ടമ്മയാണ് നമുക്കിപ്പം ചേരുന്നത്. എങ്ങനെ കാണുന്നു ഇങ്ങനെ? പേര് KS മിനി എന്നാണ്. ഞാൻ LDFിൻ്റെ അകത്ത് തന്നെയുള്ള RJD രാഷ്ട്രീയ ജനതാദളിൻ്റെ കുന്നത്തൂർ നിയോജകമണ്ഡലം പ്രസിഡൻ്റാണ്. ഈ ദാരുണ്യമായ സംഭവം വളരെ വേദനയുണ്ടാക്കി. കാരണം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞ്, അവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു എന്ന് പറയുന്നു, സ്പോർട്സിൽ എല്ലാത്തിലുമുള്ള ഒരു കുഞ്ഞ് ഇതിനകത്ത് കയറിയപ്പോൾ തീർച്ചയായും സ്കൂൾ അധികൃതർ ഈ ഷെഡ് നിർമ്മിച്ചതും അതുപോലെ തന്നെ ഈ KSEB ഈ ലൈൻ പോകുന്നതും ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് ഇവിടുത്തെ PTA അംഗങ്ങൾ 24 മണിക്കൂർ ഇതിനകത്ത് കയറി ഇറങ്ങുന്ന PTA അംഗങ്ങളുണ്ട്, എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ടേമിൽ ഇവിടെ PTA അംഗമായിട്ടിരുന്നതാണ്. ഞാൻ അടിയിട്ടാണ് ഈ സ്കൂളിൽ എൻ്റെ മോൻ 5ാം ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ അടിയിട്ടാണ് ഈ സ്കൂളിൽ PTA അംഗമാവുന്നത്. അവരുടെ പാർട്ടിക്കാരല്ലാതെ ഒരാളെ പോലും PTA അങ്ങനെ ഞാൻ വളരെ അധികം പ്രതിഷേധിച്ചിട്ടുണ്ട് ഇവിടെ PTA അംഗമാകണമെന്ന്. അങ്ങനെ ഷിബു KC എന്ന് പറയുന്ന ഒരു സഖാവാണ് എന്നെ മിനി സഖാവിനെ PTA കമ്മിറ്റിയിൽ എടുത്തു എന്ന് പറഞ്ഞ് എന്നെ PTAയിൽ എടുത്തത്. എന്നിട്ട്
PTA വന്നപ്പോഴും ഞാൻ ഇവിടെ പാമ്പിൻ്റെ ശല്യമുണ്ട്, അന്ന് ഗോപിക ടീച്ചർ HM ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ പാമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു എന്നൊക്കെ എൻ്റെ മോൻ വന്ന് പറയുമ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രഥമ അധ്യാപികയായിരുന്ന അന്നത്തെ ഗോപിക ടീച്ചറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ പൂർണ്ണമായി ഒരു CPM നിയന്ത്രണത്തിലാണോ ഈ സ്കൂൾ? അതെ, തീർച്ചയായിട്ടും ആണ്. ഇവിടെ കുറേ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. CPMൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ തന്നെയാണ്. ഈ പ്രാവശ്യം വന്ന ജോസ് ആൻ്റണി സാറിനെ എനിക്ക് തോന്നുന്നു ഞാൻ ശക്തമായിട്ട് ഈ പുറത്തു നിന്നും അകത്തു നിന്നും പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് CPM അല്ലാത്ത ഒരാളെ ഇവിടെ PTA പ്രസിഡൻ്റായിട്ട് എടുത്തത്. തീർച്ചയായും എന്തായാലും ഈ കൂടുതൽ പ്രദേശവാസികൾ ഇങ്ങനെ പ്രതിഷേധവുമായി എത്തുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വരും മണിക്കൂറുകളിൽ ഈ പ്രതിഷേധങ്ങൾ വളരെ ശക്തമാകാനുള്ള സാധ്യതയാണ് രാഗി നിലനിൽക്കുന്നത്. ശരി രാജീവ്, മനോജിലേക്ക് കൂടി പോവുകയാണ്. മനോജ് സ്കൂളിന്റെ പരിസരത്താണുള്ളത്. മനോജ്, ഇന്ന് രാജീവ് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇരമ്പതുണ്ട്. ABVP ജില്ലാ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു. BJP ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് താലൂക്ക് ആശുപത്രിയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മ നാളെ വിദേശത്ത് നിന്ന് എത്തും എന്നാണ്. തുർക്കിയിലാണ് വരിക. അത്ര എളുപ്പമല്ല എങ്കിൽ പോലും അമ്മയെ കുഞ്ഞിൻ്റെ മരണവിവരം അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മനോജ്? രാഖി, മിഥുൻ്റെ അമ്മ ഈ നേരത്തെ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ നിന്നും അവിടെയുള്ള കുടുംബത്തോടൊപ്പമാണ് തുർക്കിയിലേക്ക് യാത്ര പോയത്. ഈ യാത്ര പോകുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അമ്മയെ വിളിക്കുവാൻ വേണ്ടി, അതായത് വീട്ടുകാരൊക്കെ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചിരുന്നു. ആദ്യഘട്ടമൊന്നും തന്നെ ഫോണിൽ ബന്ധപ്പെടുവാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് ഈ ഒരു വിവരം അമ്മ അറിയുന്നത്. അപ്പോൾ അമ്മയെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. എന്തായാലും നാളെയോടുകൂടി അമ്മ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. അമ്മ വന്നതിന് ശേഷമാകും ഈ 13 വയസ്സുകാരൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നിലവിലിപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയത്. അവിടെ നിന്നും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഈ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും അതോടൊപ്പം തന്നെ ധനകാര്യമന്ത്രിയും ഒക്കെ എത്തിയത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലായിരുന്നു. അതേസമയം തന്നെ ഈ സ്കൂളിന് മുൻവശത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അലയടിക്കുന്നുണ്ടായിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ, അതായത് BJP, യുവമോർച്ചയൊക്കെ ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു. ഈ സ്കൂളിലും സ്കൂളിനുള്ളിലേക്കും അവർ കയറി. ABVPയുടെ നേതൃത്വത്തിലുള്ള ABVP സംസ്ഥാന സെക്രട്ടറി അടക്കം ഇവിടേക്കെത്തി വലിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇന്നും വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ ശരി മനോജ്, സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് മിഥുന്റെ മരണത്തിൽ കൊല്ലം തേവരക്കരയിൽ അലയടിക്കുന്നത്.